അതുപോലെ നോമ്പിന്നാപത്താണ് നമീമത്തും തികച്ചും ഹറാമെന്നാണ് സകല അയിമ്മത്തും. നമാമിനില്ല പ്രവേശനം സ്വർഗത്തിലെ ശൈഖാനി റിപ്പോർട്ടുണ്ട് നോക്ക് ഹദീസിലെ. ഹമാലത്തുൽ ഹതബെന്ന് കാണാം ആയത്തിൽ, വ്യാഖ്യാനത്തിൽ നമ്മാമത്തെന്ന ഖീലയിൽ നമാമ് നമ്മിൽ പെട്ടവൻ അല്ലെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. അന്നാസിനിടയിൽപ്പെട്ട ഹന്നാസ് എന്ന പിക്കാസിനും കഴിവാലിസാനിനുമെന്ന ഇവൻ ജാരസന്താനങ്ങളിൽ ഉൾപ്പെട്ടതാ ഇബ്നുൽ മുബാറക് വ്യക്തമായി പറയുന്നതാ. ഇത് അവർ നൂനിൽ നിന്ന് കണ്ടുപിടിച്ചതായി സമാജിറിൽ നീ നോക്ക് കാണാം വ്യക്തമായി. ഫറദായ കുളികളെ രാത്രിയിൽ കുളിക്കുന്നതും നോമ്പിൻ്റെ സുനനിൽ തന്നെയാണെന്നുന്നതും നോമ്പിന് ശുദ്ധി ലഭിക്കുമതിനാലാദ്യമായി ഉള്ളിൽ ജലം കടക്കുന്ന ഭയവും ഒഴിഞ്ഞുപോയി. മുങ്ങിക്കുളിച്ചതു കൊണ്ട് വെള്ളം ഉള്ളിലായി, എന്നാൽ ഉടൻ അതുകൊണ്ട് നോമ്പും ബാത്തിലായി. കുളി വാജിബായാൽ തന്നെയും മുറിയുന്നതാ, മുങ്ങിക്കുളിക്കൽ അവന് മക്റൂഹുള്ളതാ. സുന്നത്തു കുളിക്കുന്ന സമയം വെള്ളവും ഉള്ളിൽ കടന്നാൽ മുറിയുമെന്ന നിയമവും. മുങ്ങിക്കുളിച്ചില്ലെന്നു വന്നാൽ തന്നെ മുറിയുന്നതാണത് കൊണ്ട് നോമ്പും പൊന്നേ. ഗുഹ്യം ചൊറിഞ്ഞതിനാല വന്ന സ്ഖലനവും മുറിയുന്നതല്ലത് കൊണ്ടു എന്ന നിയമവും. ചൊറിയുന്നതിൽ പതിവാണിതുണ്ടാകുന്നത് എന്നുള്ള വിവരം ഉണ്ട് എന്നാലല്ലിത്. ബുജൈരിമീൻ നീ നോക്ക് 2-ൽ ഉണ്ടിത്. 81-ാം പേജിലാ പറയുന്നത്. മുറിക്കുന്ന ഭക്ഷണവും ഹലാലാകേണ്ടതാ, പ്രത്യേകമായി അതിൽ ശ്രദ്ധയും വേണ്ടുന്നതാ. ഹലാല് നീ ത്യജിച്ചിട്ട് നോമ്പ് പിടിക്കലും ഹറാമ് തിന്നും കൊണ്ട് പിന്നെ മുറിക്കലും കസറൊന്നെടുത്തവൻ പോലെയാ നീ അന്ന്. ക്ഷണം തന്നെ ഉഗ്രൻ പട്ടണം തകർക്കുന്നേ. ശഹ്വത്തിളക്കുന്നില്ല എന്നാൽ തന്നെ ഖുബലത്തൊഴിക്കൽ നല്ലതാണേ പൊന്നെ. മനഃപൂർവമായി ഛർദിക്കലും മുറിക്കുന്നതാ, കാർക്കിച്ചു കഫമെടുക്കുന്നതും തുപ്പേണ്ടതാ. തുപ്പാതെ ലാഹിറിലെത്തിയാൽ വിഴുങ്ങുന്നതും കഴിവുള്ള സമയം മുബത്തിലാത്തിൽ പെടുമതും. ഉള്ളിൽ ഒരീച്ച കടന്നു എന്നാൽ പിന്നെ മുറിയുന്നതല്ലത് കൊണ്ട് നോമ്പും പൊന്നെ. ഏതോ വിധത്തിൽ അതിനെ നീ പുറത്താക്കല് നോമ്പിൻ്റെ മുബത്തലിൽ തന്നെയാണതു ഇമണ്ണല്. ഉള്ളിൽ കിടന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ എടുക്കാമെന്ന് നിയമവുമുണ്ട്. പിന്നീട് നോമ്പത് നീ ഖളാ വീട്ടേണ്ടതാ എന്ന് ഇബ്നു ഹജറും വ്യക്തമായി പറയുന്നതാ. നിസ്കാരത്തിൽ കടന്നാൽ ചിലർ വല്ലാതെ ഒരുമിച്ച് കൂട്ടും തുപ്പലും വിഴുങ്ങാതെ മുറിയുന്നതാണെന്നാണ് അവർ ധരിക്കുന്നത്. സുബ്ഹാന റബ്ബി എന്ത ബദ്ധം തന്നത്. തുപ്പൽ നിറഞ്ഞാൽ ഫാത്തിഹ കുഴയുന്നതാ, മൊഴിയേണ്ട ഫറദുകൾ പലതിനും കേടുള്ളതാ.